എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്ന ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഗ്രാൻഡ് സ്ലാം പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേഗം നമുക്ക് പഠിച്ചെടുക്കാം. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയണതിന്റെ ഒപ്പം തന്നെ എല്ലാവരും പഠിച്ചു പോവാ കേട്ടോ. ഈ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 4 വരുന്നുണ്ട്. ഏതൊക്കെയാണുള്ളത്? ഓസ്ട്രേലിയൻ ഓപ്പൺ ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇത് 4 കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയാം കേട്ടോ. ഇനി അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. അപ്പോ 2024 മെൻ സിംഗിൾസ് വിജയ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പണിൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യാനിക് സിന്നർ ആണ്. ആരാണ്? യാനിക് സിന്നർ. കോഡ്സ് ഞാൻ പറയാവേ. ഇനി റണ്ണറപ്പ് ആരായിരുന്നു? ഡാനിയൽ മെദ്വേദേവ് ആണ്. ഡാനിയൽ മെദ്വേദേവിനെ തോൽപ്പിച്ചിട്ടാണ് യാനിക് സിന്നർ വിജയായി മാറിയത് കേട്ടോ. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിൽ അരിയാന സെബ്ലങ്കി ആയിരുന്നു വിന്നർ. ബെലാറസ് താരമാണ്. ഷെങ് കിൻവിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ചൈനീസ് താരമായിട്ടുള്ള ഷെങ് കിൻവിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കോഡ്സ് സെറ്റ് ആക്കാം അല്ലെ. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഓസ് വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്യാറ് അല്ലെ. ഓസിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ അത് കുറച്ച് സിന്നാണെന്ന് ഓർക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ സിൻ എന്ന് പറയില്ലേ, പാപമാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? യാനിക് സിന്നർ. ഓസിന് വാങ്ങുന്നത് സിന്നാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇറ്റാലിയൻ താരമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്ക്. ഇനി വനിതകളുടെ കേസാണെങ്കിൽ അരിയാന സെബ്ലങ്ക. ഓസിന് അരി വാങ്ങി എന്ന് ഓർക്കാം അല്ലെ. ഓസിന് അരി വാങ്ങി. അപ്പൊ അരിയാന സെബ്ലങ്ക. ബെലാറസ് താരം, അരി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബലം വരുന്ന ഓർക്കാം. ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പൊ ബെലാറസ് താരം. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ പഠിച്ചല്ലോ, എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ മെൻസിൽ വിജയി ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. അലക്സാണ്ടർ സ്വരേവിനെയാണ് തോൽപ്പിച്ചത് കേട്ടോ. സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ്. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇഗ സ്വിയാടെക് ആണ് വിന്നറായിട്ട് വന്നിട്ടുള്ളത്. ഇഗ സ്വിയാടെക്കും അതേപോലെ തന്നെ കാർലോസ് അൽക്കാരസ്. ഓക്കെ, അപ്പൊ ഇഗ സ്വിയാടെക് പോളണ്ട് താരമാണ് കേട്ടോ. ജാസ്മിൻ പൗളിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാം. ഫ്രഞ്ച് ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നല്ല സ്വാദാണെന്ന് ഓർക്കാം. സ്വിയ എന്ന് പറയുമ്പോൾ സ്വാദായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നല്ല സ്വാദാണ്. അപ്പൊ നമുക്ക് സ്വിയാടെക് കണക്ട് ചെയ്യാം അല്ലെ. ഇഗ സ്വിയാടെക്. സ്വാദ് എന്ന് പറഞ്ഞാൽ നല്ല പൊളിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല, നല്ല സ്വാദാണ്, നല്ല പൊളിയാണെന്നുള്ള രീതിയിൽ പോളണ്ടുകാരിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചേക്കാം. വേണമെങ്കിൽ എക്സാമിന് അങ്ങനെ ചോദിക്കാം. ഇഗ സ്വിയാടെക് ഏത് രാജ്യക്കാരിയാണെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതേപോലെ തന്നെ മെൻസ് വിന്നർ ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസ് ആണ്. നല്ല സ്വാദാണ്. ഈ പറഞ്ഞുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ഡ്രസ്സിൽ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും. അൽക്കാരസ് കുറച്ച് പെയിൻ എടുത്തിട്ടാണെങ്കിലും അലക്കേണ്ടി വരും. സ്പെയിൻകാരനാണ് കേട്ടോ, സ്പാനിഷ് ആണ്. അപ്പൊ സ്പെയിൻകാരനാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അൽക്കാരസും. ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദാണെന്ന് ഓർക്കാം. സ്വിയാടെക് അതേപോലെ തന്നെ അലക്കേണ്ടി വരും അല്ലെ. അപ്പൊ കാർലോസ് അൽക്കാരസും ഇഗ സ്വിയാടെക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത് മെൻസിലെ വിന്നർ ചോദിക്കുകയാണെങ്കിൽ കാർലോസ് അൽക്കാരസിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. കാർലോസ് അൽക്കാരസ്. റണ്ണർ അപ്പ് നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ, സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച്. ഇനി വുമൺസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബാർബറ കെജ്രിക്കോവയാണ്. ജാസ്മിൻ പൗളിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഓർത്തു വെക്കാം, നമ്മൾ ഈ വിം ഉണ്ടല്ലോ, ഈ വിം യൂസ് ചെയ്തിട്ടാണ് അലക്കിയെന്ന് ഓർക്കാം. നമ്മൾ നേരത്തെ അലക്കണ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ വിം ഉപയോഗിച്ചിട്ടാണ് അലക്കിയത് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ അൽക്കാരസ് കിട്ടി അല്ലെ. ഇനി അതേപോലെ തന്നെ ബാർബറ കെജ്രിക്കോവ. ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വീമ്പ് പറയുന്നൊക്കെ ഓർക്കാം. കുറെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വീമ്പ് പറയും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അങ്ങനെ ബാർബറ കെജ്രിക്കോവ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ്. അപ്പൊ വിംബിൾഡൺ 2024 മെൻസ് വിന്നർ ആരാണ്? കാർലോസ് അൽക്കാരസ്. വുമൺസ് ആണെങ്കിലും അത് ബാർബറ കെജ്രിക്കോവ. അപ്പോ വിംബിൾഡൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വിമ്മ് വെച്ചിട്ട് അലക്കി, അതേപോലെ തന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് വീമ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ലാസ്റ്റ് വൺ US ഓപ്പൺ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആലോചിക്കാം. നമ്മൾ നേരത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞില്ലേ, ഓസ്ട്രേലിയൻ ഓപ്പൺ പറഞ്ഞപ്പോൾ മെൻ സിംഗിൾസ് വിജയി ആരായിരുന്നു? യാനിക് സിന്നറും. അതേപോലെ തന്നെ സ്ത്രീകളുടെ കേസാണെങ്കിൽ അരിയാന സെബ്ലങ്ക അല്ലെ. നമ്മൾ പറഞ്ഞു ഓസിന് അരി വാങ്ങിച്ചു, അത് സിന്നാണ് എന്നൊക്കെ ഓർത്തു വെക്കാൻ പറഞ്ഞു.
അതേപോലെ തന്നെ US ഓപ്പണും ഇവർക്ക് രണ്ടുപേർക്കും തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മെൻ സിംഗിൾസിലെ വിജയി യാനിക് സിന്നറും അതേപോലെ തന്നെ വുമൺസിന്റെ ആണെങ്കിൽ അത് അരിയാന സബലങ്ക. അപ്പോ ഓസ് അസ് ഏതാണ്ട് പറയുമ്പോൾ ഒരേപോലെ അല്ലേ? ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും വിജയികൾ സെയിം ആണ്. ഓസ് അസ് എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വയ്ക്കുക അല്ലെ? ഒരേപോലെ ഉണ്ടല്ലോ, ഓസിനകത്തൊരു അസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കാം. യാനിക് സിന്നറും ഹരിയാന സബലങ്ക. ഓക്കെ, ഇനി മെൻ സിംഗിൾസിലെ റണ്ണറപ്പ് ചോദിക്കുകയാണെങ്കിൽ ടൈലർ ഫ്രിറ്റ്സും അതേപോലെ തന്നെ വുമൻസിലെ ആണെങ്കിൽ ജസീക്ക പെഗുല, US താരം കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. എല്ലാവരും ഒന്ന് മൈൻഡിൽ പറഞ്ഞു നോക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ വിന്നേഴ്സ് ആരൊക്കെയാണ്? ഓസിന് അരി വാങ്ങിക്കുന്നത് സിന്നാണെന്ന് ഓർക്കാം അല്ലെ? അപ്പൊ രണ്ടും കിട്ടിയല്ലോ. ഇനി സിന്നർ, യാനിക് സിന്നർ എന്ന് പറയുന്നത് ഇറ്റാലിയൻ താരമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഹരിയാന സബലങ്ക ബെലാറസ് താരം അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഫ്രഞ്ച് ഓപ്പൺ, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്വാദാണെന്ന് ഓർക്കാൻ പറഞ്ഞു. സ്വിയാടെക്, അതേസമയം അത് ഡ്രസ്സിൽ വീണ് കഴിഞ്ഞാൽ അലക്കേണ്ടി വരും അല്ലെ? അപ്പൊ അൽക്കാരസ്, കാർലോസ് അൽക്കാരസ്. ഓക്കെ, പിന്നെ വിംബിൾഡൺ പറഞ്ഞു. അപ്പൊ നമ്മുടെ വിമ്മു വെച്ചിട്ട് അലക്കിന്ന് ഓർക്കാം അൽക്കാരസിനും. പിന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് വീമ്പ് പറഞ്ഞു എന്ന് ഓർക്കാം അല്ലെ? അപ്പൊ ബാർബോറ കെജ്രിക്കോവ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും സെയിം ആൾക്കാർക്കാണ് കിട്ടിയത്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.